ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, നാം ഇന്ന് നമ്മുടെ കർത്താവിൻ്റെ ജ്ഞാനസ്നാന തിരുനാൾ കൊണ്ടാടുകയാണ്. ഈ ആഘോഷത്തോടെ ക്രിസ്മസ് തിരുപ്പിറവി കാലം പൂർണ്ണമാവുകയാണ്. നമ്മൾ എന്നിട്ട് ആണ്ടുവട്ട ആഴ്ചകളിലേക്ക് കടന്നു വരികയാണ്. പ്രിയപ്പെട്ടവരെ, ഒരു രൂപത്തിൽ ഈശോയുടെ ബാല്യകാലം പൂർത്തിയായി. ഈശോ ആ രഹസ്യ ജീവിതം പൂർത്തീകരിച്ച് തൻ്റെ പരസ്യജീവിതം ആരംഭിക്കുന്ന സംഭവമാണ് ഇന്ന് തിരുസഭ കൊണ്ടാടുന്നത്. ഒരു രൂപത്തിൽ ഈശോയുടെ ഗ്രാജുവേഷൻ എന്ന് വേണേൽ പറയാം. ദൗത്യത്തോടുകൂടി കർത്താവ് ഐക്യപ്പെടുന്ന അനുഭവമാണ്. നമ്മുടെ ജ്ഞാനസ്നാനത്തെ നവീകരിക്കുവാനുള്ള ഒരു അവസരം കൂടിയാണ് പ്രിയപ്പെട്ടവരെ നമുക്ക് ഈ തിരുനാൾ ആഘോഷം. നമ്മുടെ ജ്ഞാനസ്നാനത്തിലൂടെ 5 കാര്യങ്ങളാണ് നമ്മിൽ സംഭവിക്കുക. ഈ തിരുനാൾ ആ 5 കാര്യങ്ങളും നമ്മളെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ഒന്നാമത്തേത്, നാം ദൈവത്തിൻ്റെ പ്രിയപ്പെട്ട മക്കളായി മാറുന്നു. ഇന്നത്തെ ഒന്നാമത്തെ വായനയിൽ നീ എൻ്റെ പ്രീതിപാത്രം എന്ന് പറഞ്ഞ് യെശയ്യാ പ്രവചന പുസ്തകത്തിലുള്ള ആ കർത്തൃദാസനാണ് ഈശോ എന്ന് വെളിപ്പെടുത്തപ്പെടുകയാണ്. നീതി പുലർത്താൻ, ദൈവരാജ്യം സ്ഥാപിക്കാൻ, ദൈവാനുഗ്രഹം പകരാൻ വേണ്ടി തൻ്റെ സഹനത്തിലൂടെയും ശാന്തതയിലൂടെയും എളിമയിലൂടെയും എല്ലാം ദൈവത്തിൻ്റെ ദാസനായി ജീവിക്കുന്ന ആ ദാസനെ അവതരിപ്പിക്കുന്ന യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിലെ 4 പാട്ടുകൾ കർത്തൃദാസൻ്റെ പാട്ടുകളാണ്. അത് നമ്മൾ കാണുന്നത് യെശയ്യാ പ്രവചന പുസ്തകം 42-ാമത്തെ അധ്യായം, അതാണ് ഒന്നാമത്തെ പാട്ട്. അതാണ് ഇന്ന് നമ്മൾ വായിച്ചു കേട്ടത്. അത് കഴിഞ്ഞ് 49-ാമത്തെ അധ്യായത്തിൽ 2-ാമത്തെ പാട്ട്, 50-ാമത്തെ അധ്യായത്തിൽ 3-ാമത്തെ പാട്ട്, 52 തുടങ്ങി 53 വരെയുള്ള അധ്യായങ്ങളിൽ നമ്മൾ 4-ാമത്തെ പാട്ട് ദുഃഖവെള്ളിയാഴ്ച നമ്മൾ വായിക്കുന്ന പാട്ടാണത്. ഈശോയുടെ ആ സഹനത്തെയൊക്കെ ഓർമ്മപ്പെടുത്തുക. പ്രിയപ്പെട്ടവരെ, അപ്പം ആ രീതിയിൽ നമ്മൾ ഇന്നത്തെ ഒന്നാമത്തെ വായനയിൽ ദൈവം പറയാണ്, ഇവൻ എൻ്റെ പ്രീതിപാത്രം എന്ന് പറയാണ്. ഇവൻ എൻ്റെ ദാസനാണ് എന്ന് പ്രത്യേകമായിട്ട് എടുത്തു പറയുകയാണ്. എന്നല്ലത് പ്രത്യേകമായിട്ട് ജ്ഞാനസ്നാന വേളയിലോ പിതാവ് പറയാണ്, ഇവൻ എൻ്റെ പ്രിയ മകനാണ്, ഇവനിൽ ഞാൻ സംപ്രീതനായിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, നമുക്കൊക്കെ ജ്ഞാനസ്നാനം എന്താണെന്നറിയാവോ? പരിശുദ്ധാത്മാവിലൂടെ ദൈവം തൻ്റെ സ്നേഹം നമ്മുടെ ഹൃദയങ്ങളിലേക്ക് ചൊരിഞ്ഞ് നമ്മളെ ദൈവമക്കളാക്കുന്ന അനുഭവമാണ്. നമ്മൾ വെറും മനുഷ്യമക്കൾ അല്ല, പിന്നെ ദൈവമക്കളാണെന്നുള്ള യാഥാർത്ഥ്യം പ്രിയപ്പെട്ടവരെ നമുക്ക് വെളിപ്പെടുത്തപ്പെടുകയാണ് നമ്മുടെ ജ്ഞാനസ്നാന അവസരത്തിൽ. അതാണ് ഒന്നാമത്തെ കാര്യം, നമ്മൾ ദൈവത്തിൻ്റെ മക്കളായി മാറുന്നു. രണ്ടാമത്തേത്, പ്രിയപ്പെട്ടവരെ, നമ്മൾ ഈശോയുടെ ശിഷ്യരായി മാറുകയാണ്. നമ്മൾ ഈശോയുടെ മനുഷ്യാവതാരം നമുക്കറിയാമല്ലോ. ഈശോയുടെ മനുഷ്യാവതാരത്തെ ഓർമ്മപ്പെടുത്തുന്ന പ്രധാനപ്പെട്ട 3 സംഭവങ്ങൾ: 1 ഈശോ ജനിച്ചത്, 2 ഈശോയുടെ ജ്ഞാനസ്നാനം, 3 ഈശോയുടെ കുരിശു മരണം. നമ്മുടെ ജീവിതത്തിലേക്ക് ഇറങ്ങി വന്ന്, മനുഷ്യവർഗത്തിലേക്ക് ഇറങ്ങി വന്ന് നമ്മുടെ കൂടെയായിരുന്ന നമ്മുടെ പാപഭാരമെല്ലാം ഏറ്റെടുത്തുകൊണ്ട് പ്രിയപ്പെട്ടവരെ ഈശോനാഥൻ നമ്മളെ പാപത്തിൽ നിന്നും മോചിക്കുകയും ഉത്ഥാനത്തിന് മഹത്വം നമ്മൾക്ക് നൽകുകയും ചെയ്തു. നമ്മുടെ ജ്ഞാനസ്നാനത്തിൽ നമ്മൾ ഈശോയോടൊത്ത് മരിച്ച് ഉയർക്കുന്ന അനുഭവമാണ്. അത് നമ്മളെ ഈശോയെപ്പോലെ ജീവിക്കാൻ, ഈശോയെ അനുഗമിച്ച് ജീവിക്കുവാൻ നമ്മളെ പ്രചോദിപ്പിക്കുന്നു. ഈശോയിൽ നിന്ന് പാഠം പഠിച്ച്, ഈശോയുടെ ചൈതന്യം ഉൾക്കൊണ്ട്, ഈശോയുടെ ജീവിത രീതി സ്വീകരിച്ച് പ്രിയപ്പെട്ടവരെ നമ്മൾ ഈശോയെപ്പോലെ ഈശോയുടെ സാക്ഷികളായി ജീവിക്കുന്ന ഒരു അനുഭവം നമുക്ക്, അതാണ് നമ്മുടെ ജ്ഞാനസ്നാനം തരുന്ന രണ്ടാമത്തെ അനുഭവം. നമ്മൾ ഈശോയുടെ ശിഷ്യരായി മാറുന്നു. ഈശോയോട് നമ്മളെ ഒന്നു ചേർക്കുന്ന അനുഭവമാണ് നമ്മുടെ ജ്ഞാനസ്നാനം. അന്ന് ജ്ഞാനസ്നാനം സ്വീകരിച്ചപ്പോൾ അവിടെ മനുഷ്യവർഗത്തോട് ചേർന്ന് ഇറങ്ങി നിന്ന ആ കർത്താവിൽ, പ്രിയപ്പെട്ടവരെ, ആ കർത്താവിനോട് നമുക്കും ഒന്നു ചേരാം. ഞാനല്ല, ക്രിസ്തുവിനിൽ ജീവിക്കുന്നു എന്ന ഒരു അനുഭവത്തിലേക്ക് ഗലാത്യർ 2:20 നമ്മൾ പറയുന്നില്ലേ, ക്രൈസ്തവൻ്റെ അടിസ്ഥാന ബോധ്യമാത്. ഞാൻ ക്രിസ്തുവിനോടുകൂടെ ക്രൂശിതനായിരിക്കുന്നു. ഇനി ജീവിക്കുന്നു ഞാനല്ല, ക്രിസ്തുവിനിൽ ജീവിക്കുന്നു. വെള്ളത്തിൽ മുങ്ങിപ്പൊങ്ങുന്ന അനുഭവമാണ് പ്രിയപ്പെട്ടവരെ ജ്ഞാനസ്നാനം. മുങ്ങുന്നത് മരണത്തെയും വെള്ളത്തിൽ നിന്നും കരകയറുന്നത് ഉത്ഥാനത്തെയും സൂചിപ്പിക്കുന്നു.
മൂന്നാമതായി പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജ്ഞാനസ്നാനത്തിൽ നമ്മൾ പരിശുദ്ധാത്മാവിൻ്റെ ആലയങ്ങളും ഉപകരണങ്ങളുമായി മാറുകയാണ്. ഈശോയുടെ ജ്ഞാനസ്നാന സമയത്ത് സ്വർഗത്തിൽ നിന്ന് പ്രാവിനെ പോലെ സമാധാന ദൂതനായി പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്നു എന്ന് പറയുകയാണ്. ആ പരിശുദ്ധാത്മാവിനാലാണ് അത് കഴിഞ്ഞ കർത്താവ് മരുഭൂമിയിലേക്ക് നയിക്കപ്പെടുന്നത്. ആ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ നിറഞ്ഞാണ് അവിടുന്ന് പരസ്യജീവിതം ആരംഭിക്കുന്നത്. കർത്താവിൻ്റെ ആത്മാവ് എൻ്റെ മേലുണ്ട്, അവിടുന്ന് എന്നെ അഭിഷേകം ചെയ്ത് അയച്ചിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണല്ലോ കർത്താവ് നസ്രത്തിൽ തൻ്റെ പരസ്യജീവിതം ആരംഭിക്കുക. അങ്ങനെ പരിശുദ്ധാത്മാവിനാൽ നമ്മളെ വീണ്ടും ജനിപ്പിച്ച് ശക്തിപ്പെടുത്തുന്ന അനുഭവമാണ് പ്രിയപ്പെട്ടവരെ നമുക്ക് ജ്ഞാനസ്നാനം. പരിശുദ്ധാത്മാവിൻ്റെ ആലയങ്ങളായി, പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തകരായി, പ്രിയപ്പെട്ടവരെ പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുന്നവരായി നമ്മൾ ജീവിക്കുമ്പോഴാണ് നമ്മൾ ജ്ഞാനസ്നാനത്തെ ജീവിക്കുക. ജ്ഞാനസ്നാനം വെറും ഒരു അനുഷ്ഠാനമല്ല, അത് പ്രിയപ്പെട്ടവരെ ഒരു ജീവിതക്രമമാണ്, അതൊരു പ്രക്രിയയാണ്. നമ്മുടെ ജീവിതമാകുന്ന പ്രക്രിയയെ അവതരിപ്പിക്കുന്നതാണ് നമുക്ക് ജ്ഞാനസ്നാനം. പരിശുദ്ധാത്മാവിനാൽ പൂരിതരായി, ആത്മാവിനാൽ നയിക്കപ്പെട്ട് ഈശോയുടെ പാതയിലൂടെ മുന്നേറി ദൈവരാജ്യത്തിലേക്ക് ദൈവത്തിൻ്റെ മക്കളായി മുന്നേറുന്ന, ദൈവത്തിൻ്റെ ജനത്തോട് ഒന്നു ചേർന്ന് മുന്നേറുന്ന ഒരു അനുഭവം. ഇപ്പം നാലാമത്തെ അനുഭവം എന്ന് പറഞ്ഞാൽ ജ്ഞാനസ്നാനത്തിലൂടെ നാം തിരുസഭയിലെ അംഗങ്ങളായി ഒന്നു ചേരുക. നമ്മൾ ഇനിമേൽ ഒറ്റയ്ക്കല്ല, നമ്മൾ ഒരുമിച്ചാണ്. വി ബിലോങ്. ഒരു കുടുംബത്തിൽ, ഒരു വിധത്തിൽ ലോകത്തിലെ ഏറ്റവും വലിയ കുടുംബമാണ് തിരുസഭ എന്ന് പറയുന്നത്. അത് സ്വർഗത്തിലെ വിശുദ്ധരുണ്ട് അതിൽ അംഗങ്ങളായിട്ട്, ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കളുണ്ട്, ലോകമെങ്ങുമുള്ള വിശ്വാസികളുണ്ട് തിരുസഭയിൽ. പ്രിയപ്പെട്ടവരെ, ആ രീതിയിൽ നമ്മൾ ആ വിശ്വാസം എന്ന് പറയുമ്പോഴും സ്നാനമേറ്റവരാണ് വിശ്വാസികളെങ്കിൽ നമുക്ക് ആഗ്രഹത്താൽ സ്നാനമേറ്റവരുണ്ട്, ജലത്താൽ സ്നാനമേറ്റവരുണ്ട്, അഗ്നിയാൽ സ്നാനമേറ്റവരുണ്ട്. എല്ലാവരും അങ്ങനെ എല്ലാവരും ചേർന്നുള്ള ആ കുടുംബത്തിൽ, ദൈവ കുടുംബത്തിലെ അംഗങ്ങളായി പ്രിയപ്പെട്ടവരെ നമ്മളെ മാറ്റുന്നു നമ്മുടെ ജ്ഞാനസ്നാനം. അവിടെ നമ്മൾ ആ കുടുംബത്തിൽ നമ്മുടെ കടമ നിറവേറ്റുവാൻ പ്രത്യേകമായിട്ട് നിശ്ചയിക്കപ്പെടുക. നിൻ്റെ ബാല്യപ്രായം കഴിഞ്ഞു, നീ ഇനി ഉത്തരവാദിത്വം ഏറ്റെടുക്കുക. ജ്ഞാനസ്നാനം സ്വീകരിച്ച് ഓരോരുത്തരും പ്രിയപ്പെട്ടവരെ ദൈവത്തിൻ്റെ ഉത്തരവാദിത്വം ഏൽപ്പിക്കപ്പെട്ടവരാ. ദൈവത്തിൻ്റെ സ്നേഹം പകരാൻ, ഈശോയുടെ രക്ഷ പകരാൻ, പരിശുദ്ധാത്മാവിൻ്റെ ചൈതന്യം പകരാൻ, ദൈവത്തിൻ്റെ സ്നേഹത്താൽ മനുഷ്യരെ നിറയ്ക്കാൻ, ദൈവപാതയിലൂടെ ഏവരെയും നയിക്കാൻ, ദൈവത്തിന് സാക്ഷികളായി ഏവർക്കും അനുഗ്രഹമായി പ്രിയപ്പെട്ടവരെ ജീവിക്കുവാൻ നമ്മൾ വിളിക്കപ്പെടുന്നു ജ്ഞാനസ്നാനത്തിലൂടെ. തിരുസഭയിലെ അംഗങ്ങളാക്കി മാറ്റുന്നു നമ്മുടെ ജ്ഞാനസ്നാനം. അഞ്ചാമതായി നമ്മളെ സ്വർഗത്തിൻ്റെ പൗരരാക്കി മാറ്റുക. ഈശോയുടെ ജ്ഞാനസ്നാന സമയത്ത് പ്രിയപ്പെട്ടവരെ സ്വർഗം തുറക്കപ്പെട്ടു എന്ന് പറയുകയാണ്. നമ്മൾ ഇനിമേൽ അടഞ്ഞ സ്വർഗത്തിൻ്റെ കീഴിലല്ല, തുറന്ന സ്വർഗത്തിൻ്റെ കീഴിലാണ്. സ്വർഗരാജ്യത്തിൻ്റെ പ്രജകളും പ്രവർത്തകരുമാകുവാൻ പ്രിയപ്പെട്ടവരെ സ്വർഗരാജ്യത്തിൻ്റെ പൗരരായി ജീവിക്കുവാൻ നമ്മൾ പ്രത്യേകമായിട്ട് വിളിക്കപ്പെടുന്നു. ഒരു വിധത്തിൽ സ്വർഗത്തിൻ്റെ മുദ്ര നമുക്ക് നൽകപ്പെടുന്നുണ്ട് നമ്മുടെ ജ്ഞാനസ്നാനത്തിൽ. അപ്പോൾ സ്വർഗത്തിൻ്റെ മുദ്ര സ്വീകരിച്ചുകൊണ്ട് സ്വർഗത്തിൻ്റെ പൗരരായി മാറുന്ന വലിയ അനുഭവമാണ് പ്രിയപ്പെട്ടവരെ നമുക്ക് ജ്ഞാനസ്നാനം. അപ്പോൾ ഈ 5 കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് പ്രത്യേകമായിട്ട് ബോധപ്പെടാം. അപ്പോൾ നമ്മൾ ആരാണ് എന്ന് ഉള്ള ചോദ്യത്തിൻ്റെ ഉത്തരം ഈ 5 കാര്യങ്ങളാണ്. ഞാൻ ദൈവത്തിൻ്റെ പ്രിയ മകനാണ്, ഞാൻ ക്രിസ്തുവിൻ്റെ യഥാർത്ഥ ശിഷ്യനാണ്, ഞാൻ പരിശുദ്ധാത്മാവിൻ്റെ ആലയമാണ്, ഞാൻ തിരുസഭയുടെ അംഗമാണ്, ഞാൻ സ്വർഗത്തിൻ്റെ പൗരനാണ്. അതാണ് നമ്മുടെ ഐഡൻറ്റിറ്റി. നമ്മൾ ആരാണെന്നുള്ള ചോദ്യമാണ്. അത് നാം എന്തിനാണെന്നുള്ള ചോദ്യത്തിൻ്റെ ഉത്തരത്തിലേക്ക് നയിക്കുക. ദൈവത്തിൻ്റെ മക്കളായി ദൈവസ്നേഹം പകരാൻ, ഈശോയുടെ ശിഷ്യരായി ഈശോ സാധിച്ച രക്ഷ അനുഭൂതിമാക്കാൻ, ഈശോയ്ക്ക് സാക്ഷ്യം വഹിക്കാൻ, പരിശുദ്ധാത്മാവിനാൽ പൂരിതരായി ആത്മാവിൻ്റെ ചൈതന്യത്താൽ ഏവരെയും നിറച്ച് മനുഷ്യമുഖത്തെ മുഴുവനും വിശുദ്ധിയുടെ പാതയിലൂടെ മുന്നോട്ട് നയിക്കാൻ, തിരുസഭയിലെ അംഗങ്ങളായി പരസ്പരം സ്നേഹിച്ച് കരുതി പങ്കുവെച്ച് പ്രിയപ്പെട്ടവരെ ജീവിക്കുവാൻ, അതേപോലെ തന്നെ
സ്വർഗത്തിൻ്റെ പൗരർ എന്ന രീതിയിൽ ഈ ലോകത്തിലോ ഈ ലോക കാര്യങ്ങളിലോ ഒതുങ്ങിപ്പോകാതെ നമ്മൾ സ്വർഗീയരാണ് എന്ന ബോധ്യത്തോടെ ജീവിക്കുവാൻ പ്രിയപ്പെട്ടവരെ നമ്മൾ വിളിക്കപ്പെടുന്നു. നമ്മുടെ ലോകത്തെ സ്വർഗമായി പരിവർത്തനപ്പെടുത്തുവാനുള്ള വലിയ വിളിയാണ് ജ്ഞാനസ്നാനത്തിലൂടെ നമുക്ക് നൽകപ്പെടുന്നത്. നമുക്ക് നമ്മുടെ ജീവിതം കൊണ്ട്, നമ്മുടെ വാക്കുകൊണ്ട്, നമ്മുടെ പ്രവൃത്തി കൊണ്ട്, നമ്മുടെ പെരുമാറ്റം കൊണ്ട്, നമ്മുടെ ബന്ധങ്ങൾ വഴി എല്ലാം പ്രിയപ്പെട്ടവരെ നമ്മുടെ സഹനത്തിലൂടെയും നമ്മുടെ ലോകത്തെ ദൈവരാജ്യമായി പരിവർത്തനപ്പെടുത്താം. ദൈവത്തിൻ്റെ പ്രിയപ്പെട്ട മക്കളായി നമുക്ക് ജീവിക്കാം. ഈശോയുടെ ശിഷ്യരായി നമുക്ക് പ്രിയപ്പെട്ടവരെ എന്നും ഈശോയുടെ പ്രവർത്തനം ലോകം മുഴുവനും ലോകാന്ത്യത്തോളം തുടരാം. ആത്മാവിൻ്റെ ചൈതന്യത്താൽ നിറഞ്ഞ് വിശുദ്ധിയുടെയും സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും അനുഗ്രഹമേകി ജീവിക്കാം. ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ഈ തിരുനാളിൻ്റെ മംഗളങ്ങളും അനുഗ്രഹങ്ങളും ഏവർക്കും ഞാൻ ഹൃദയപൂർവ്വം ആശംസിക്കുന്നു. ആമേൻ.